Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. സിമ്പിൾ മെഷീൻസുമായി റിലേറ്റഡ് ആയ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പാർട്ട് എ. 500 കിലോഗ്രാം ലോഡ് ലിഫ്റ്റ് ചെയ്യാൻ ഒരു വീൽ ആൻഡ് ആക്സിൽ സിസ്റ്റം യൂസ് ചെയ്യുന്നു. വീലിന്റെ റേഡിയസ് 0.8 മീറ്ററും ആക്സിലിന്റെ റേഡിയസ് 0.2 മീറ്ററും ആണെങ്കിൽ ലോഡ് ലിഫ്റ്റ് ചെയ്യാൻ റിക്വയർഡ് ആയ ഫോഴ്സ് എത്രയാണ്? നമുക്ക് പാർട്ട് എ ആൻസർ ചെയ്യാം. ഗിവൺ ഡാറ്റാസ് എഴുതാം. ലോഡിന്റെ മാസ് m = 500 കിലോഗ്രാം. ലോഡിന്റെ വെയ്റ്റ് W = m × G. 500 × 9.8. അതായത് 4900 ന്യൂട്ടൺ. വീലിന്റെ റേഡിയസ് ക്യാപിറ്റൽ R = 0.8 മീറ്റർ. ആക്സിലിന്റെ റേഡിയസ് സ്മാൾ r = 0.2 മീറ്റർ. നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽസ് വീലിന്റെ റേഡിയസ് ബൈ ആക്സിലിന്റെ റേഡിയസ്. അതായത് m = 0.8 ബൈ 0.2. ഇത് സോൾവ് ചെയ്താൽ 4 എന്ന് കിട്ടും. ഇനി റിക്വയർഡ് ഫോഴ്സ് അല്ലെങ്കിൽ എഫർട്ട് ഈക്വൽസ് ലോഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. F = 4900 ബൈ 4. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1225 ന്യൂട്ടൺ ലഭിക്കും. സോ ലോഡ് ലിഫ്റ്റ് ചെയ്യാൻ റിക്വയർഡ് ആയ ഫോഴ്സ് 1225 ന്യൂട്ടൺ ആണ്. ഓർ നിങ്ങൾക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. 5 മീറ്റർ ലെങ്തും 3 മീറ്റർ ഹൈറ്റുമുള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു ലോഡ് പുഷ് ചെയ്യാൻ 100 ന്യൂട്ടൺ ഫോഴ്സ് ആവശ്യമാണ്. ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് പാർട്ട് ബി സോൾവ് ചെയ്യാം. ഗിവൺ ഡാറ്റാസ് എഴുതാം. ഗിവൺ എഫർട്ട് ഫോഴ്സ് E = 100 ന്യൂട്ടൺ. ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ലെങ്ത് L = 5 മീറ്റർ. ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ഹൈറ്റ് h = 3 മീറ്റർ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽസ് പ്ലെയിനിന്റെ ലെങ്ത് ബൈ ഹൈറ്റ്. m = 5/3. അതായത് അപ്രോക്സിമേറ്റ്ലി 1.67. Therefore, ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1.67 ആണ്. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.